ഡിയർ ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളെ 5th ചാപ്റ്റർ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് ജെറോം കെ ജെറോമാണ് കേട്ടോ. ഓക്കെ, ഇതിൽ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ദ നരേറ്റർ വിസിറ്റ്സ് ദ ബ്രിട്ടീഷ് മ്യൂസിയം ടു റിസർച്ച് ഹേ ഫീവർ ബട്ട് എൻഡ്സ് അപ്പ് റീഡിംഗ് അബൌട്ട് മെനി ഡിസീസസ് ഇൻ എ മെഡിക്കൽ എൻസൈക്ലോപീഡിയ. As he reads, he starts believing he has every diseases listed from typhoid to cholera except housemaid's knee, which upsets him at first. He even thinks ഹിസ് ഡൈയിങ് അല്ലേ. എന്താണ് നമ്മുടെ നരേറ്റർ ആരാണ്? നരേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കഥ പറയുന്ന അല്ലേ. ഈ സ്റ്റോറി പറയുന്നത് ആരാണ്? ജെറോം കെ ജെറോമാണ്. അപ്പോൾ ജെറോം കെ ജെറോമാണ് ഈ സ്റ്റോറിയിലെ നരേറ്റർ ബ്രിട്ടീഷ് മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ പോയതാണ്. എന്ത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഹേ ഫീവറിനെ പറ്റിയിട്ട്. ഹേ ഫീവർ ഒരു അസുഖത്തിൻ്റെ പേരാണ്. ആ ഹേ ഫീവറിൻ്റെ സിംറ്റംസ്, കാര്യങ്ങൾ, അതെങ്ങനെ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് വിസിറ്റ് ചെയ്യാൻ പോയതാണ്. അങ്ങനെ എവിടെ നിന്നാണ് ഇതിലുള്ള കാര്യങ്ങൾ, ഓരോ അസുഖത്തിൻ്റെയും കാര്യങ്ങളും ഒക്കെ അന്ന് പണ്ടൊക്കെ എങ്ങനെയാണ് അറിഞ്ഞിരുന്നത്? മെഡിക്കൽ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞൊരു റെക്കോർഡ്സിൽ നിന്നാണ്. അതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഡിക്ഷണറിയിൽ മീനിങ്ങുകളൊക്കെ നോക്കാറില്ലേ, അതുപോലെ. ഓക്കെ, അപ്പം എന്താണ് മെഡിക്കൽ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു അസുഖമാണെങ്കിൽ ആ അസുഖത്തിൻ്റെ സിംറ്റംസ് എന്താണ്, എങ്ങനെയാണ് അതിൽ, എവിടെ നിന്നാണ് അത് വരുന്നത്, ഏത് രീതിയിലാണ്, അങ്ങനെ എല്ലാതും. അസുഖം മാത്രമല്ല മെഡിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു റെക്കോർഡ്സിനെയാണ് നമ്മൾ മെഡിക്കൽ എൻസൈക്ലോപീഡിയ എന്ന് പറയുക. നമ്മളിപ്പോൾ ഡിക്ഷണറി ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് എന്നല്ല ഏത് ലാംഗ്വേജിൻ്റെ ഡിക്ഷണറിയിൽ മീനിങ് അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മൾക്ക് ന്യൂ വേർഡ്സിൻ്റെ ഒക്കെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്ജക്റ്റീവ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഡിക്ഷണറി യൂസ് ചെയ്യില്ലേ, അതുപോലെയാണ് മെഡിക്കൽ എൻസൈക്ലോപീഡിയ. മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പണ്ടൊക്കെ ഈ മെഡിക്കൽ എൻസൈക്ലോപീഡിയയിൽ സെർച്ച് ചെയ്യുമായിരുന്നു. ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് നമുക്ക് എല്ലാം ഈസി ആക്സസ് ആണല്ലേ, നമുക്ക് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അന്ന് മെഡിക്കൽ എൻസൈക്ലോപീഡിയയിൽ സെർച്ച് ചെയ്യുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഹേ ഫീവറിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നരേറ്റർ. ഓക്കെ, അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ എൻസൈക്ലോപീഡിയയിൽ തന്നെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്താ കാണുന്നത്? അതിൽ ഒരുപാട് ആ ബുക്കിൽ ആ റെക്കോർഡ്സിൽ ഒരുപാട് അസുഖങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ സിംറ്റംസും കാര്യങ്ങളും ഒക്കെ അതിലിങ്ങനെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വായിച്ച് നോക്കിയപ്പോൾ ഈ പറയുന്ന ഒരുപാട് അസുഖത്തിൻ്റെയൊക്കെ സിംറ്റംസ് നമ്മുടെ ജെറോം കെ ജെറോമിനുണ്ട്. അപ്പോൾ ആളാകെ കൺഫ്യൂസ്ഡായി. ആളിങ്ങനെ വിചാരിക്കുകയാണ് തൈറോയിഡ് മുതൽ ടൈഫോയിഡ് മുതൽ കോളറ വരെയുള്ള ഒരുപാട് അസുഖങ്ങളുടെ സിംറ്റംസ് ഈ ബുക്കിലുണ്ട്. ആ സിംറ്റംസ് ഒക്കെ എനിക്കുണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന രോഗങ്ങളൊക്കെ എനിക്കുണ്ടാവുമായിരിക്കും അല്ലേ, ഇത്രയും ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ എനിക്കുണ്ട്. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ എനിക്കുണ്ടോ? ആളാകെ ടെൻഷൻ അടിക്കുകയാണ്, ആകെ വറീഡ് ആയതുകൊണ്ടിരിക്കും. ഓവർ തിങ്ക് ചെയ്യാണ് ആവശ്യമില്ലാണ്ട് ഓവർ തിങ്ക് ചെയ്യാണ്. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിട്ട് ആൾ പറയുകയാണ് ഹൗസ് മെയ്ഡ്സിനെയും മാത്രം കാൽമുട്ട് വേദന ഒഴികെ ബാക്കിയെല്ലാം എനിക്കുണ്ട്, എല്ലാതും എനിക്കുണ്ട്, ഇത് എല്ലാത്തിൻ്റെയും സിംറ്റംസ് എന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്നിൽ ഈ രോഗങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ആളാകെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആകെ അപ്സെറ്റ് ആയിട്ടുണ്ട്. വിച്ച് അപ്സെറ്റ്സ് ഹിം അറ്റ് ഫസ്റ്റ്. ആദ്യം ആളാകെ അപ്സെറ്റായി. ഹി ഈവൻ തിങ്സ് ഹി ഈസ് ഡൈയിങ്. അദ്ദേഹം ചിന്തിക്കണോ ഇങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ കഥ കഴിഞ്ഞു അല്ലേ. തിങ്ക് ചെയ്യാണ് എന്ത്, ഹി ഈസ് ഡൈയിങ് അല്ലേ. അങ്ങനെ worried he visits his doctor and dramatically says he has everything except the household's knee അല്ലേ. അപ്പം ഞാൻ ആകെ വറീഡായിട്ട് ആൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യാണ്. ഡോക്ടറെ അടുത്ത് ആകെ ബേജാറായിട്ടില്ലേ, ആകെ വറീഡായിട്ട് ആൾ പറയുകയാണ് ഡോക്ടർ എനിക്ക് ഈ പറയുന്ന ഈ ഹൗസ് മെയ്ഡ് നീ അല്ലാത്ത ബാക്കി എല്ലാ അസുഖത്തിൻ്റെ സിംറ്റംസ് എനിക്കുണ്ട് ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞ ആളാകെ പരിഭ്രാന്തയോട് കൂടിയിട്ട് ഇങ്ങനെ ഡോക്ടറെ അടുത്ത് ഷെയർ ചെയ്യാണ്. അങ്ങനെ ദ ഡോക്ടർ എക്സാമിൻസ് ഹിം ആൻഡ് ഫൈനലി ഗിവ്സ് ഹിം എ prescription. When the narrator takes it to the pharmacy, the chemist says he cannot help because the prescription is not for medicine but for a healthy lifestyle അല്ലേ. അപ്പോൾ അങ്ങനെ ഡോക്ടർ അടുത്ത് പറയാണല്ലോ എനിക്ക് ഇങ്ങനെയുള്ള ഓരോരോ സിംറ്റംസുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളാകെ ടെൻഷൻ അടിച്ചിട്ട് ഡോക്ടർ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യാണ്, ജെറോം കെ ജെറോമിനെ നന്നായി ഒന്ന് എക്സാമിൻ ചെയ്യാണ്, പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം ഫൈനലി എന്ത് ചെയ്യാണ്, ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കണം. പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് എഴുതി തരുന്ന ലിസ്റ്റ് അല്ലേ, മരുന്നൊക്കെ എഴുതി തരുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ പ്രിസ്ക്രിപ്ഷനായിട്ട് നേരെ എന്ത് ചെയ്യണം, നരേറ്റർ ഫാർമസിയിലേക്ക് പോവുകയാണ് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് ഫാർമസിയിലുള്ള കെമിസ്റ്റ് എന്താ പറയുന്നത്, ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്കൊരു മരുന്ന് തരാൻ പറ്റില്ല, കാര്യം ഇതിൽ മരുന്ന് എഴുതിയിട്ടില്ല ഡോക്ടർ. പകരം എന്താണ് ഡോക്ടർ എഴുതിയിട്ടുള്ളത്, ഇതിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നല്ലൊരു പ്രോപ്പർ ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഡോക്ടർ ഇതിൽ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളത്. അപ്പോൾ എന്താ കാര്യം, നമ്മുടെ ജെറോം കെ ജെറോമിന് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരുന്നില്ല ഫോളോ ചെയ്തിരുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ആൾക്കുണ്ടായിരുന്നത്. ആളുടെ ഹെൽത്തിനുണ്ടായിരുന്ന സിംറ്റംസ് ഒക്കെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ എന്തായിരുന്നു, പ്രോപ്പർ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാത്തത് കൊണ്ടായിരുന്നു എന്ന് ആർക്ക് മനസ്സിലായി, ഡോക്ടർക്ക് മനസ്സിലായി. മരുന്നിൻ്റെ ആവശ്യം ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഡോക്ടർ നല്ലൊരു പ്രോപ്പർ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊടുക്കുകയാണ്. അപ്പോൾ പ്രിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു സജഷൻസ് ഒക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രിസ്ക്രിപ്ഷനിൽ പറയുന്നത് എന്തൊക്കെയാണ്, ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ് അല്ലേ, ഡയറ്റ് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക ടൈമിന്. പിന്നെ ഡ്രിങ്ക് വാട്ടർ എവറി ഫ്യൂ അവേഴ്സ് അല്ലേ, ഫ്യൂ അവേഴ്സ് കൂടുമ്പോഴും എന്ത് ചെയ്യാം, വാട്ടർ ഡ്രിങ്ക് ചെയ്യാം. വാക്ക് 10 miles
എവറി മോർണിംഗ് അല്ലേ, എല്ലാ മോർണിംഗിലും എന്ത് ചെയ്യാം, 10 മൈൽസ് നടക്കുക. സ്ലീപ്പ് അറ്റ് 11 PM ആകുമ്പോഴേക്കും ഉറങ്ങാൻ ശ്രമിക്കുക. ലാസ്റ്റ് എന്താ പറയുന്നത്, സ്റ്റോപ്പ് വറിയിങ് അബൌട്ട് ദ തിങ്സ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് അറിയാത്തതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ ഓവർ തിങ്ക് ചെയ്താകെ വറി ആവാതിരിക്കുക അല്ലേ, അങ്ങനെ ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആവും എന്നുള്ള രീതിയിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ദ നരേറ്റർ ഫോളോസ് ദ അഡ്വൈസ് ആൻഡ് ഹാപ്പിലി സേസ് ദാറ്റ് ദസ് സേവ്ഡ് ഹിസ് ലൈഫ് അല്ലേ. നരേറ്റർ എന്താണ് ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇങ്ങനെ ഫോളോ ചെയ്തു, കുറേ ദിവസങ്ങളോളം അങ്ങനെ ഫോളോ ചെയ്തപ്പോൾ ആളുടെ ലൈഫിൽ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ചിനെ കാണാൻ സാധിച്ചു. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുകയാണ്, ഈ പ്രിസ്ക്രിപ്ഷനാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിനെ ഒരു സേവ് ചെയ്തത് ഈ ഡോക്ടറുടെ ഈ പ്രിസ്ക്രിപ്ഷൻ ഞാൻ ഫോളോ ചെയ്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ആളാകെ ഹാപ്പി ആയിരിക്കുകയാണ് അല്ലേ നമ്മുടെ നരേറ്റർ ജെറോം. ദ സ്റ്റോറി ഈസ് ഹ്യൂമറസ് ആൻഡ് ഷോസ് ഹൗ വി സംടൈംസ് ഓവർ തിങ്ക് അവർ ഹെൽത്ത് പ്രോബ്ലം അല്ലേ. എന്താണ് ഈ സ്റ്റോറി, ഒരു ഹ്യൂമറസ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്, ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക അല്ലേ. ഒരു ചെറിയ കാര്യം കിട്ടുമ്പോൾ അതിനെ ഊതിപ്പെരുപ്പിച്ച് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എന്താണ് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ഓവർ തിങ്ക് ചെയ്താൽ എന്താ പ്രശ്നം ഉണ്ടാവുക, കൂടുതൽ പ്രോബ്ലംസ്, കൂടുതൽ ഹെൽത്ത് പ്രോബ്ലമാണ് നമുക്ക് ഉണ്ടാക്കുക. ഓവർ തിങ്ക് ചെയ്തിട്ട് ടെൻഷൻ അടിച്ചാൽ നമുക്കില്ലാത്ത പ്രോബ്ലംസും കൂടി ഉണ്ടാവുകയേ ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന മെസ്സേജ്. ഓക്കെ.